തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ജസ്റ്റ് വാങ്ങുക, പാക്ക് ചെയ്യുക, വിൽക്കുക. ബിസിനസ് ഏതാണെന്ന് മനസ്സിലായോ? ചെറിയ കുട്ടികൾക്ക് പോലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് കേട്ടോ. ബിസിനസ് മറ്റൊന്നുമല്ല, നമ്മുടെ റീപാക്കിംഗ് ബിസിനസ് തന്നെയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ വരുന്നുള്ളൂ. നമ്മുടെ 2000 രൂപയിൽ താഴെ കിട്ടുന്ന സീലിംഗ് മെഷീൻ മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ലൈസൻസ്, രജിസ്ട്രേഷൻസ് എല്ലാം നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾ തന്നെ ചെയ്ത് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് റീപാക്കിംഗ് ബിസിനസ്, എന്തെല്ലാം പ്രോഡക്ട്സ് നമുക്ക് ഇങ്ങനെ റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ നമുക്ക് റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെല്ലാം ലൈസൻസ് ആണ് വേണ്ടത്, എന്തെല്ലാം രജിസ്ട്രേഷൻസ് ആണ് വേണ്ടത്, മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ്, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് പോകുന്നത്. റീപാക്കിംഗ് ബിസിനസിന്റെ ട്രെയിനിങ്ങും ലൈസൻസും എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നോക്കാം എന്താണ് റീപാക്കിംഗ് ബിസിനസ് എന്നുള്ളത്. റീപാക്കിംഗ് ബിസിനസ് എന്താണ്? നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുന്നു. എന്ത് പ്രോഡക്റ്റും ആകാട്ടോ. ഇപ്പൊ ഫുഡ് ഐറ്റംസ് ആകാം, അച്ചാർ ആകാം, ജാം ആകാം, അല്ലെങ്കിൽ സ്പൈസസ് ആകാം, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ടീ പൗഡർ, ഇനി അതല്ലെങ്കിൽ ഡ്രസ്സ്, ജ്വല്ലറി, ചെരുപ്പ്, ബാഗ്, ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള ആക്സസറീസ്, അങ്ങനെ എന്ത് കാറ്റഗറി പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഏതാണോ അത് നമ്മൾ കുറച്ച് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുന്നു. ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ബ്രാൻഡോ ഒക്കെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബണ്ടിലായിട്ടാണല്ലേ വാങ്ങുന്നത്. ഇപ്പൊ നമ്മൾ 5 കിലോ ഒരുമിച്ച് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ 1 കിലോ ആയിട്ട് എടുക്കുന്ന റേറ്റ് ആയിരിക്കില്ല അല്ലെ, അതിനേക്കാളും താഴെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ, ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ റേറ്റിൽ ഈ പ്രോഡക്ട്സ് കിട്ടും. അങ്ങനെ ഈ പ്രോഡക്ട്സ് നമ്മൾ എടുത്തിട്ട് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ റീപാക്ക് ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 5 കിലോ ഏലക്ക എടുത്തു. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകളിൽ, ഇപ്പൊ 5 രൂപയുടെ 10 രൂപയുടെ കുട്ടി കുട്ടി പാക്കറ്റുകളിലാക്കി നമുക്ക് ഇത് എന്ത് ചെയ്യാം, വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് എടുത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളിൽ, അതല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ആക്കി നമ്മൾ പ്രൈസ് കൂട്ടിയിട്ട് വിൽക്കുന്നതിനെയാണ് റീപാക്കിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇപ്പം ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവർക്ക് പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇനി അതല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു അച്ചാർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി അതല്ലെങ്കിൽ ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. ഞാനിപ്പോ ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആളെ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ, അതല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ എനിക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് എനിക്ക് വിറ്റ് നോക്കാം. അപ്പൊ എനിക്ക് അത്രയും ഒരു ചെലവ് വരുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനൊക്കെ ഈ ഒരു റീപാക്കിംഗ് ബിസിനസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെല്ലാം പ്രോഡക്റ്റ് ചെയ്യാം, ഏത് കാറ്റഗറി പ്രോഡക്ട്സ് നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുക, നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ റീപാക്ക് ചെയ്യുക. ലൈസൻസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ലൈസൻസ് ഡിഫറെന്റ് ആണ് കേട്ടോ. നമ്മൾ ഇത് എവിടെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് വിൽക്കുന്നതിനനുസരിച്ച് ലൈസൻസ് മാറി മാറി വരും. ഇപ്പൊ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിലൊക്കെയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് GST ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ നമുക്ക് വേണം. അതുപോലെ നമ്മളൊരു കൊമേഴ്ഷ്യൽ സ്പേസ് റെന്റിനെടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് ലൈസൻസ് രജിസ്ട്രേഷൻസ് മാറി മാറി വരും കേട്ടോ. നമ്മളത് ചെയ്ത് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈസൻസിന്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും താഴെയുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അടുത്തത് മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഷോപ്പിലെ അത്തരത്തിലുള്ള ഒരു ഷോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 65% പ്രോഡക്റ്റും ഇത്തരത്തിൽ റീപാക്ക് ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. മറ്റ് ബ്രാൻഡുകളുടെ വാങ്ങിച്ച്, നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ച് പലരും പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്ന പ്രോഡക്റ്റ് ആണിത്. അപ്പൊ നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട്, ഇവിടെ എല്ലാം നമുക്ക് നമ്മളുടെ റീപാക്ക് ചെയ്ത പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. നിങ്ങളുടെ അടുത്തുള്ള തുകയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു റീപാക്കിംഗ് ബിസിനസ്സിന് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.